ഉമ്മൻചാണ്ടി ഒരു 250 ആളുടെ ഇടയിലാണ് നമുക്ക് സമയം തരിക. നമ്മളൊക്കെ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ടോ ഒരു 25 ആൾ അതിൻ്റെ ഇടയിലുണ്ടാവും. എന്നിട്ട് ഹാ എന്ന് പറയുക എന്നുള്ളതല്ലാതെ. കടുത്തൊരു ആരാധകനല്ലേ പിണറായി വിജയൻ്റെ? ആരാധിക്കാതെ ഇരിക്കുക എങ്ങനെയാ നമ്മൾ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ? ഈ 4.5 ലക്ഷം കോടി രൂപയുടെ വികസനം എന്താണ് കേരളത്തിൽ നടന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാ. ഒരു കുഴി ഇഷ്ടം പോലെ എൻ്റെ പൊന്നെ, ആര് പറഞ്ഞു നിങ്ങളുടെ ഈ ഇവിടെ പണി നടക്കുന്ന സ്ഥലമില്ല, ഇഷ്ടം പോലെ കുഴി. മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഉള്ളതല്ലേ? ഇതൊക്കെ ഓരോരുത്തരും ഓരോ ആവേശത്തിൽ ഓരോന്ന് ചെയ്യും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട, ചിലപ്പോൾ അവർ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതകൾ ചില സമയങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഒരു എന്താ പറയുക, പൊളിറ്റിക്സിലെ ചില കാര്യങ്ങളാണ്. കാർഷിക രംഗം വളരെ അഭിവൃദ്ധിപ്പെട്ടു. താങ്ങുവില കൊടുത്തിട്ടില്ല. മധ്യ തിരുവിതാംകൂറിൽ റബ്ബർ കർഷകരാണ് 250 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ വാഗ്ദാനമായിട്ട് വന്നിട്ട് 250 രൂപ ഇതുവരെ ആക്കിയിട്ടില്ല. കൊച്ചിയിലുള്ള നിങ്ങളോട് നമ്മളത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോവിഡ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദിവസമുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നല്ല വികാരവർക്കായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നായർ വിഭാഗവും ഈഴവ വിഭാഗവും തമ്മിലുള്ള ഒരു അന്തരം ഇതെന്താണ്? ഇത് എന്താ ആത്യന്തികമായിട്ട് ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവമൊക്കെ മുൻകൂട്ടി? ദൈവത്തിന് ഇതിൽ ഒരേ ഇടപാടും അതൊക്കെ തലവെക്കണ്ട, മനുഷ്യന്റെ ധർമ്മടത്ത് പിണറായി വിജയന് ഭൂരിപക്ഷം കുറയുമോ കൂടുമോ? കൂടേ ഉള്ളൂ, കൂടാനേ സാധ്യത. എനിക്ക് കുറയുന്നത് 3.0 ഉണ്ടാവുമോ? പിന്നെന്താ, ഓൾറെഡി ലോഡഡ്. ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, കാർഷികം. അപ്പൊ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, ആരോഗ്യരംഗം ഭയങ്കര രസമാണല്ലോ ഇത്തവണത്തെ. ഈ വീണ ജോർജ് അവര് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ ജേർണലിസ്റ്റിനെ ഏൽപ്പിക്കരുതായിരുന്നു. ഹൈന്ദവതയിലെ ഈ ജാതീയത എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം ഒരുപാട് ജാതി, വർഗം, അങ്ങനെ ഒരു രീതിയിലേക്ക്, അതായത് ഈഴവ അല്ലെങ്കിൽ പുലയ, ബ്രാഹ്മണ, ക്ഷത്രിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നാനാജാതി, അതെങ്ങനെയാണ് സംഭവിച്ചത് ഈ ഹൈന്ദവതയിൽ? അതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊന്ന് വിശദീകരിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കുമായിരുന്നു. ഈ കാലം കൊണ്ടുണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ടെക്കികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ജാതിയാണ്. അതെ 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 എന്നതുപോലെയാണ് മരത്തിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർ ആശാരിമാരായി. അതിൽ കല്ലാശാരിയുണ്ട്, കൊല്ലനുണ്ട്, ഇങ്ങനെ വസ്ത്രം അലക്കുന്നവർ, ഈ പറഞ്ഞ ആൾക്കാർ, വസ്ത്രം ഉണ്ടാക്കുന്നവർ, ചെട്ടിയന്മാർ എന്നൊക്കെ പറയുന്നവർ, സ്വർണ്ണപ്പണിയെടുക്കുന്നവർ, തട്ടാന്മാർ, അങ്ങനെയുള്ളവർ, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, പിന്നെ ഈ കൃഷി കാര്യങ്ങളൊക്കെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവർ അതത് ആളുകൾ അതത് ഗ്രാമങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ ജീവിച്ചു. ഇപ്പം നമ്മൾ എന്തൊക്കെ പറയുമ്പോൾ ടെക്കികൾക്കൊരു ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങിലേക്ക് വേറൊരാൾ പെട്ടെന്ന് കയറിയാൽ അത് സിങ്കാവില്ല, അവരുടെ ഭാഷയും അവരുടെ കാര്യങ്ങളും ഒക്കെ. ഇതാണ് ഇതിലേത്. പിന്നീട് അത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡായി. അതിൽ ചിലർ ഞങ്ങൾ കൂടിയവരാണ്, മറ്റവർ കുറഞ്ഞവരാണ്, ഇതിലൊക്കെ ഉണ്ടല്ലോ. അത് അത്രയേ ഉള്ളൂ. ഇത് അല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഈ കേരളത്തിൽ നമ്മൾ ഇത്രത്തോളം സംസ്കാരം വന്നാലും ഈ നായർ വിഭാഗവും ഈഴവ വിഭാഗവും തമ്മിലുള്ള ഒരു അന്തരം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത് പറയുകയാണെങ്കിൽ മുജാഹിദും സുന്നികളും തമ്മിലുള്ളൊരു വിഷയം, അല്ലെങ്കിൽ ഓർത്തഡോക്സും യാക്കോബായയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്രിസ്ത്യൻസിൽ, ഇതെന്താണ്? ഇത് എന്താ ആത്യന്തികമായിട്ട് ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവമൊക്കെ മുൻകൂട്ടി കണ്ട്? ദൈവത്തിന് ഇതിൽ ഒരേ ഇടപാടും അതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇപ്പോൾ NSSന് അവർക്കൊരു ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. NSSൽ നിന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ. മുജാഹിദിൽ നിന്നും സുന്നിയിലേക്ക് വിവാഹം കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ NSSൽ ഞാൻ കേട്ടിട്ടുണ്ട് നായർ സമുദായത്തിൽ നിന്നും ഈഴവന് വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല, ഈഴവ സമുദായത്തിൽ നിന്ന് നായർക്ക് വിവാഹം കൊടുക്കുക, അറ്റ്ലീസ്റ്റ് വോട്ട് പോലും ചെയ്യല എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം മിശ്ര വിവാഹം ധാരാളം നടന്നിട്ടുണ്ട്, ഒരുപാടുണ്ട്. പ്രണയം വിവാഹം ഞാൻ പറഞ്ഞ അറേഞ്ച്ഡ് മാരേജിൽ കുടുംബം തമ്മിൽ ഇല്ല ഒരിക്കലും ഇല്ല, നടക്കുന്നില്ല. ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി, മുസ്ലിം മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, അതെ നമ്മൾ കേട്ടിട്ടുള്ള ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മതമുണ്ട് അല്ലേ? മതമുണ്ട്, ജാതിയുണ്ട്.
അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അത് തീവ്രമാകരുതേ ഉള്ളൂ. എല്ലാം വേണം അല്ലേ, അതെല്ലാം ആവശ്യത്തിന്, അനാവശ്യമാകരുത്. ഒരു കോമഡി നമ്മൾ പറയാം. ഇപ്പോൾ അമേരിക്ക പോലെ ഒരു സ്ഥലം, നമ്മൾ ഈ അമേരിക്കയിലൊക്കെ പോയി ജീവിക്കുമ്പോൾ അവിടെ അതിനൊന്നും അധികം ആളുകൾ നോക്കാറില്ല. ഇയാൾ ഏതാണ് എന്താണ് അതൊന്നും അവർ അത്ര ബ്ലാക്കാണോ വൈറ്റാണോ, ചിലരുണ്ട് സ്കിന്നൊക്കെ നോക്കുന്നവർ, എന്നാലും പൊതുവേ അത് കുറവാണ്. നമ്മളൊരു ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയിട്ടുള്ള ഒരാൾ കുറച്ചൊക്കെ അതൊന്ന് എന്താ ഉൾക്കൊള്ളുമല്ലോ. നമ്മളിലുണ്ടാവുന്ന, നമ്മൾ ഈ നാടൻ പ്രയോഗം നടത്താറില്ലേ, ഈ പാറ്റ കോഴിക്കോടൊക്കെ കൂറാന്ന് പറയും, പാറ്റ അത് കപ്പലിൽ പോയ പോലെ എന്ന് പറയും. അത് കപ്പലിൽ എവിടെയൊക്കെ കറങ്ങിയാലും അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ NSSൻ്റെ ഒരു പരിപാടി അമേരിക്കയിൽ നടക്കുക, അവർ ഓണാഘോഷം അങ്ങനെ എന്തോ പരിപാടി. അപ്പോൾ അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ്. അപ്പോൾ ഒരാൾ അനൗൺസ് ചെയ്യുകയാണ്, ആദ്യത്തെ പന്തിയിൽ ഇരിക്കുന്നത് നായന്മാർ മാത്രമായിരിക്കുന്നു. ഇത് അമേരിക്കയിൽ ഈ നൂറ്റാണ്ടിൽ. ഇപ്പോൾ ആലോചിച്ചു. അപ്പോൾ അതിൽ അറിഞ്ഞൊരു കോമഡി എന്താന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുണ്ട്, നായരാണ് കല്യാണം കഴിച്ചത്, അവർ ഇഴവയാണ്, അവർക്ക് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഇരിക്കാൻ പോകുമ്പോൾ അവർ ഇരുന്ന് എഴുന്നേറ്റ് അവരാ വിഷമം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആലോചിച്ച് നോക്കും അത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ നാടൻ പ്രയോഗം ഉണ്ടല്ലോ, നായ നടുക്കടലിൽ പോയാലും നക്കേ കുടിക്കൂ, അതന്നെ. അതൊരു അമേരിക്കൻ കൾച്ചറിനും അതെ എവിടെയാണെങ്കിലും അതൊരു അപവാദമാണ്. അതെ. അപ്പം അതൊരു ഒരു ഒരു പ്രമാണിത്വം പോലെ, എന്തോ ഒരു വലിയ സംഭവം പോലെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരോടൊക്കെ നമുക്ക് സഹതാപം മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും ഒരു സഖാവായ സ്വാമി നമ്മുടെ ഫ്രണ്ടിരിക്കും, നമ്മൾ എന്തായാലും ചോദിക്കണം. അത് സ്വാമി, നമ്മുടെ ഫാത്തിമ തെഹ്ലിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ സ്വാമി കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വാർത്തകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് ഒരു മതേതരത്വ മൂല്യമുള്ള ഒരു, ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൽ നിന്നും അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുക, അങ്ങനെ ഒരു എൻ്റെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യാനാണ് പറയുന്നതെന്ന് പറയുന്ന രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിന് ഭൂഷണമാണോ? അതായത് ബി ജെ പി ചെയ്യുന്ന പണി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? അല്ല, അതാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, സഖാവ് രാമകൃഷ്ണൻ അതിനെ കൃത്യമായിട്ട്, ടി പി രാമകൃഷ്ണൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു രീതി ഞങ്ങളുടേതല്ല, അതിനോട് ഞങ്ങൾക്ക് യാതൊരു സന്ധിയുമില്ല, ഞങ്ങളത് ആ മതത്തിൽ ഊന്നിയിട്ടോ മതത്തിന് കുറ്റം പറഞ്ഞിട്ടോ മതം പറഞ്ഞിട്ടോ വോട്ട് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഏർപ്പാടല്ല എന്ന്. അപ്പോൾ ഒരു തെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് അതിന് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ സമയത്ത് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കണം. എന്താ ഓരോരുത്തരും ഓരോ ആവേശത്തിലൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ടാവും. അല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അതൊരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ കാഫർ സ്ക്രീൻഷോട്ട്. ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ 2024 നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെതിരെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനെതിരായിട്ട് വന്നൊരു വലിയൊരു വിവാദമായിരുന്നു കാഫർ സ്ക്രീൻഷോട്ട്. പക്ഷെ അത് പക്ക ഫേക്കായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർക്ക്, വായും മൂടിക്കെട്ടി ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ശൈലജ ടീച്ചറിനാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർക്കും അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വസ്തുത ഇതാണ് അല്ലെങ്കിൽ മറ്റേതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയില്ല. കാഫർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് പക്ക ഫേക്കായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു മറുപുറമാണ് ഇപ്പോൾ ഇതായിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പണ്ടൊരു മാഷാ അല്ലാഹ് സ്റ്റിക്കർ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ CPM ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത്
അത് സത്യം പറഞ്ഞാൽ CPM-ന്റെ മതേതരത്വ മൂല്യങ്ങൾക്ക് വിലങ്ങുതടി അല്ലെങ്കിൽ കത്തിവെക്കുന്നതിന് തുല്യമല്ലേ സ്വാമി? അല്ല, CPM ഔദ്യോഗികമായി അവർക്ക് അങ്ങനെ ഒരു നിലപാടൊന്നും ഇല്ല. നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും നമ്മൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് CPM-ന്റെ അക്കൗണ്ടിൽ ഇടേണ്ട കാര്യമില്ല. അല്ല, മാഷാ അല്ലാ സ്റ്റിക്കർ ഉള്ളതല്ലേ? അല്ല, അത് പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ, ഈ പറഞ്ഞ കൊലപാതകത്തെ തന്നെ. അല്ല, അത് ഒരുപാട് തെളിഞ്ഞാണല്ലോ. കൊടിസുനിയാണെങ്കിലും ഈ കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഇതൊക്കെ ഓരോരുത്തരും ഓരോ ആവേശത്തിൽ ഓരോന്ന് ചെയ്യും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട, ചിലപ്പോൾ അവർ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതകൾ ചില സമയങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഒരു എന്താ പറയുക, പൊളിറ്റിക്സിലെ ചില കാര്യങ്ങളാണ്. അത് അവരുടെ അതിൽ നിന്നൊക്കെ എത്രയോ മാറി. പഴയ ആ അത്തരം അടിക്കടി ഒളിഞ്ഞിരുന്നത് ചെയ്യുക, അത് ചെയ്യുക. ഇപ്പോൾ ധർമ്മടത്ത് ബോർഡുകളൊക്കെ കൊണ്ടുപോയി, ഇതൊന്നും അവരല്ല. ഇതൊക്കെ നമുക്ക് തോന്നുന്നില്ലേ ധർമ്മടത്ത് അങ്ങനെ ഒരു ഇഷ്യൂ, അതിൻ്റെ ആവശ്യം പോലും ഇല്ല. എന്തിന് ഇത് എടുത്തുകൊണ്ടുവന്ന് വെച്ചവർ തന്നെയായിരിക്കും. ഒരു ശ്രദ്ധ കിട്ടും. ധർമ്മടത്ത് പിണറായി വിജയന് ഭൂരിപക്ഷം കുറയുമോ കൂടുമോ? കൂടേ ഉള്ളൂ, കൂടാനേ സാധ്യത. എനിക്ക് കുറയുന്നത് കൂടാ. നമുക്ക് ജനങ്ങൾക്ക് വിട്ടേക്കാം. എന്താണെങ്കിലും നമുക്ക് മെയ് 9 അറിയാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അതെ, ഞാൻ വിശ്വസിക്കുന്നത് ഒരു 25-30 അത് താഴും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 50,000-ൽ നിന്നും നമുക്ക് തോന്നുന്നു അതെ കൂടാനാ സാധ്യത. അതെ അതെ, ആത്മവിശ്വാസത്തിന് മാത്രമല്ല, കാരണം ഒരു മനുഷ്യനിൽ അത്രയും ധർമ്മബോധം നഷ്ടപ്പെടുമോ? ധർമ്മടമാണ്, ധർമ്മത്തിൻ്റെ ഇരിപ്പിടാണ്. അതെ, അതൊരു അപ്പോൾ അതെ അതെ, ആ ധർമ്മടത്തിൽ വിജയനാണ്. എന്തിന് അല്ല, ഇനി കൃത്യമായിട്ട് നമുക്ക് കുറച്ച് രാഷ്ട്രീയം കൂടി സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 3.0 ഉണ്ടാവുമോ? പിന്നെന്താ, ഓൾറെഡി ലോഡഡ്. അതെന്തൊരു സാധനത്തിലാണ് പറയുന്നത്? അതായത് നമ്മൾ നോക്കുന്നത് എന്താ, ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, കാർഷികം. അപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, ആരോഗ്യരംഗം ഭയങ്കര രസമാണല്ലോ ഇത്തവണത്തെ. എന്താ, ഈ 5 വർഷം വളരെ പരാജയമായിരുന്നു. ശൈലജ ടീച്ചറായിരുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയത്. ഈ 5 വർഷം വളരെ പരാജയമല്ലായിരുന്നോ? പലയിടത്തും മരുന്നില്ല സ്വാമി, മരുന്നില്ല. മരുന്നൊക്കെ വെളിയിൽ നിന്ന് മേടിക്കണം. നമ്മൾ പറയട്ടെ, അത് നമ്മൾ പറയാം. അതായത് ഈ വീണ ജോർജ് അവർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജേർണലിസ്റ്റിനെ ഏൽപ്പിക്കരുതായിരുന്നു. അല്ലല്ല പറയട്ടെ, അല്ലല്ല അതല്ല പറയുന്നത്. അവർ വളരെ കേപ്പബിളാണ്, കഴിവുള്ള ആളാണ്, ഒരു സംശയവും വേണ്ട. അവരോട് മീഡിയയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ശത്രുതയുണ്ട്. എന്തിനാ? അത് നിങ്ങൾക്കറിയാത്തതല്ല. അത് അവരോട് പേഴ്സണലി അവരോട്, അതുകൊണ്ടാണ് അവരുടെ വകുപ്പിനെ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ്. അല്ലാതെ ആരോഗ്യരംഗം അതിൻ്റെ ശരിയായ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറേക്കാൾ, കാരണം ശൈലജ ടീച്ചർ തുടങ്ങി വെച്ചിട്ടുള്ളതാണ്, അതിനപ്പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അവർ. എല്ലാ സാധാരണ ക്ലിനിക്ക് ഇതെല്ലാം തന്നെ എന്താ പറയുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്വാമി, നമുക്ക് ആത്യന്തികമായിട്ട് ആരോഗ്യരംഗത്തിലെ ഇപ്പോൾ എനിക്കൊരു പനി അല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ട സാധനം എന്താ? മരുന്ന് അല്ലേ? അതാണ് ആരോഗ്യരംഗത്തിനല്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ 16 പണിയണമെന്നോ 50 പണിയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ആത്യന്തികമായിട്ട് അടിസ്ഥാന ആരോഗ്യ രംഗത്തെ വികസനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മരുന്നുകൾ രോഗികൾക്ക്. ഈ സർക്കാർ ആശുപത്രിയിൽ പോകുന്നവൻ ആരായിരിക്കും? കയ്യിൽ 10 പൈസ എടുക്കാനില്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി പണം കൊടുക്കാനില്ലാത്ത ആളായിരിക്കുമല്ലോ ഈ ആശുപത്രിയിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്ക് മരുന്ന് കിട്ടാത്തൊരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു ആരോഗ്യരംഗത്തിൻ്റെ തകർച്ചയെന്ന് തന്നെ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ സ്വാമി. ഇല്ല, മരുന്ന് കിട്ടാത്ത സാഹചര്യം ഇല്ല. അങ്ങനെ മരുന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഉണ്ടാക്കി തീർക്കുകയാണ്. അതൊരു കളവാണ്. കളവ് വളരെ ആസൂത്രിതമായിട്ട് കളവ് പടച്ചു വിടുകയാണ്. നമുക്ക് നല്ല ബോധ്യമുള്ളതാണ് അത്. നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ, ഇങ്ങനെ ചെയ്യുന്നതിൽ. അല്ല, ഞാനത് നുണ നിർമ്മിക്കുകയാണ് ഇങ്ങനെ ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും ആളുകളുടെ അനുഭവം മറ്റൊന്നായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആളുകൾക്ക് കിട്ടുന്നത് റിസൾട്ട് വേറെയാണ്. ഇപ്പോൾ ഓരോരുത്തരും പറയുന്നത് അങ്ങനെയല്ലേ. പുറത്തുനിന്ന് വരുന്നവർ, വിദേശത്തുനിന്ന് വന്ന് കൈയൊടിഞ്ഞവൻ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്ത് പോകുമ്പോൾ അത്ഭുതം.
അതുപോലെ ഈ ഇവിടെ ഉള്ള നമ്മൾ സാധാ അയൽ സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നവർ അവരുടെ എന്താ ഇവിടെ ഭാര്യമാരെ കേരളം കാണിക്കാൻ കൊണ്ടുവന്നിട്ട് അസുഖമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഒന്നും നോക്കാതെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുമ്പോൾ അതുപോലെ ഇപ്പോൾ അത്ഭുതമാണ്. അതുപോലെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യരംഗം നമ്മൾ ഇത്രയും വികസിച്ചു, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യൻ സംസ്ഥാനം, അതിനകത്തൊന്നും ഒരു ഡൗട്ടും നമുക്കില്ല അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും നല്ല ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും എല്ലാം നമുക്ക് തന്നെയാണ്, അതിനകത്തൊന്നും നമുക്കൊരു ഡൗട്ടും ഇല്ല. പക്ഷേ എന്നിട്ടും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഈ ആരോഗ്യരംഗത്ത് ഇത്രത്തോളം വിജയമുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ വലിയ വലിയ ആൾക്കാർ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്ക് എന്തിനു പോകുന്നു എന്നൊരു ചോദ്യം, അതിൻ്റെ അകത്ത് എന്താണ് സ്വാമിക്ക് തോന്നുന്നത്? അല്ല, അതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഈ കാലങ്ങളായിട്ട് ഇന്നൊന്നലെയല്ല, അദ്ദേഹം ഒരു അട്ടിമുട്ടി പാർട്ടിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വേറൊരു സാധനം അവിടെ ഇല്ല. ഇദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ അവർ അറ്റാക്ക് ചെയ്യുന്നത് പാർട്ടിയെയാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സ തേടുന്നു. മുഖ്യമന്ത്രിയുടെ അസുഖ വിവരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങൾക്കറിയോ? എന്തെങ്കിലും എനിക്ക് അദ്ദേഹം കഴിക്കുന്ന മരുന്ന്, അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് എന്തെങ്കിലും ആധികാരികമായിട്ട് അറിയോ? അല്ല, ആധികാരികമായിട്ട് അദ്ദേഹത്തിന് എവിടെയാണ് ഈ അസുഖം വന്നിരിക്കുന്നതിനെ കുറിച്ചൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ആധികാരികമായിട്ട് അറിയില്ലല്ലോ. ആധികാരികമായിട്ട് അറിയില്ല എങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പലതും പറയാം. അതെ, അതുകൊണ്ടാണ് പറയാത്തത്. ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയും, വസ്തുനിഷ്ഠമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. അതെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരു തീരുമാനം എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ, അവരെ സംബന്ധിച്ച സഖാവ് പിണറായി വിജയൻ്റെ ആരോഗ്യം കേരളത്തിലെ മീഡിയ അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അതുകൊണ്ട് അതിനെന്ത് വേണം? ഒരു പ്രൈവസി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു പ്രൈവസി ഇന്ത്യയിലൊരു ഹോസ്പിറ്റലിൽ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ ബുള്ളറ്റിൻ വെളിയിൽ പോകും. ഈ ക്ലിനിക്കിന്റെ ബുള്ളറ്റിൻ എന്തായാലും വെളിയിൽ പോകും. ഈ ക്ലിനിക്കിന്റെ പ്രത്യേകത, അവിടെ നിങ്ങളും നിങ്ങളുടെ വൈഫും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ ഒരു കാര്യവും എടുക്കാൻ പറ്റില്ല. വേറെ റോബോട്ട്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതായത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സ് വഴി കേസ് ഹിസ്റ്ററി എല്ലാം പഠിക്കാം. അവിടെ സാധ്യമല്ല. അത്രമാത്രം എന്താ പറയുക, പ്രൈവസി സൂക്ഷിക്കുന്ന ഒരു ഇടമാണത്. ഒരാളുടെ അസുഖം എന്ന് പറയുന്ന അത് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു പ്രൈവസി അതിന് വേണം, അതിനാവശ്യമുണ്ട്. അതൊരു വ്യക്തിയല്ല ഇന്ന്, അതൊരു പ്രസ്ഥാനമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു നയവും നിലപാടും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു രീതി അതാണ്. അവരതിനെ അങ്ങനെയാണ് കാണുന്നത്, ഒരാളെ ഒരു ഇതായിട്ടല്ല കാണുന്നത്. അപ്പോൾ അവർക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ പറയുന്ന വെറും അല്പത്തരാണ്. അവിടെ എന്തോ വാസ്തവത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം ഈ പോകുന്നത്. ഞാൻ അതിനോട് യോജിക്കാത്ത ആളാ കേട്ടോ. ഒരു വ്യക്തിക്ക് ചികിത്സിക്കാൻ ഈ അമേരിക്കയിൽ പോകാന്ന് വലിയ സുഖമുള്ള കാര്യം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാ. ഈ ഫ്ലൈറ്റിൽ ഇത്രയും സമയം ഇരിക്കണം, ഒരു 60 പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ ഈ ജെറ്റ് ലാഗ്, ഈ സമയ വ്യത്യാസം, നമ്മുടെ രാവിലെ അവിടുത്തെ രാത്രി, ഇതിങ്ങനെ ഈ കോഴി വസന്ത വന്നതുപോലത്തെ ഒരു അവസ്ഥയാണ് ആദ്യത്തെ ഒരു 1-2 ആഴ്ച. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഇത് കഴിഞ്ഞു നേരെ ഇങ്ങോട്ട് പോരുന്നു. ഇപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു എന്താ നമ്മളിവിടെ ഇരുന്ന് പറയും. ഞാൻ അതിനെ എതിർക്കുന്ന ആളാ. അത് അദ്ദേഹത്തിന്റെ ചികിത്സ എങ്ങനെ പോകണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തീരുമാനമാണ്. അത് അതിലൊന്നും നമ്മൾ കൈവയ്ക്കേണ്ട കാര്യമില്ല. അത് ഇവിടെ മോശമാണ്, അദ്ദേഹം അവിടെ പോകുന്നു, ഇവിടെ മോശമാണ്. ഞാനത് BJP-ക്കാർ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച് എന്താണ് സ്വാമിയുടെ അഭിപ്രായം? ഇവരൊക്കെ ഉള്ളൂ. നമ്മൾ ഒരാളുടെയും ഇത് അതിലൊന്നും എവിടെ വേണമെങ്കിലും അതൊരാളുടെ ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് എവിടെ മുടി വെട്ടണം, ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ അവിടെ പോകണമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അവിടെ ഇഷ്ടം. അത് നമ്മളിങ്ങനെ ആരോഗ്യരംഗം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോയി. അപ്പം 3.0 എന്തുകൊണ്ടുണ്ടാവണം എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. അല്ല, എല്ലാ രംഗവും, വിദ്യാഭ്യാസ രംഗവും അല്ലേ? വിദ്യാഭ്യാസ രംഗം നല്ല വികസനം തന്നെയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്കൂള് നോക്കും എങ്ങനെയാണുള്ളൂ. അത്രേ ഉള്ളൂ. പണ്ട് ചോർന്നൊലിക്കുന്ന ഓട് സ്കൂളുകൾ മാറിയില്ലേ, ഹൈടെക്കായി, അടിപൊളിയായി. കുട്ടികളെല്ലാം അവർക്ക് ഫുഡ് എല്ലാം, കുട്ടികൾ ഭയങ്കര ഉത്സാഹമാണ്, അടിപൊളിയായി. നിങ്ങൾക്ക് വേറൊരു കാര്യം കടവായി നമുക്ക്
നമുക്ക് കടമായി ഒത്തിരി. കളവോ? കടം. കടം കട ആർക്കാ ഇല്ലാത്തത്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ 10 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറവാണ് നമുക്ക്. ആ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ നമ്മൾ പെട്ടില്ല. എന്നാൽ പോലും നമ്മുടെ തലയിലാവുന്നിരിക്കുന്ന 6 ലക്ഷം കോടി അതിൽ കൂടുതലുള്ള ഇന്ത്യ എടുത്ത കടം നമ്മുടെ തലയിൽ. എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതല്ല, ഇന്ത്യ എടുത്ത കടം നമ്മുടെ കയ്യിൽ അതുണ്ട്. 1947 മുതൽ ഈ 2016 വരെ നമുക്ക് വെറും 1 ലക്ഷം കോടി ഉള്ളായിരുന്നു കടം. ഇപ്പോൾ അത് ഈ വെറും 10 വർഷം കൂടെ 4.5 ലക്ഷം കോടി രൂപയും കൂടി. അത് ഇനിയും കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഇതിനൊരു റേഷ്യോ ഉണ്ട്. അതുണ്ട്. ഈ 4.5 ലക്ഷം കോടി രൂപയുടെ വികസനം എന്താണ് കേരളത്തിൽ നടന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ എന്താ നടന്നേ? നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാ, ഒരു കുഴി നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇഷ്ടം പോലെ. എൻ്റെ പൊന്നെ, ആര് പറഞ്ഞു നിങ്ങളുടെ ഈ ഇവിടെ പണി നടക്കുന്ന സ്ഥലമില്ല, വെറുതെ എന്തെങ്കിലും പറയരുത്. അല്ല, നമ്മൾ മോനെ ചില കാര്യങ്ങൾ പറയാം. ഞാനിത് എന്റെ നമ്മുടെ ഇല്ലില്ല അത് നിങ്ങൾ എന്നാ ഇടൂ, പോസ്റ്റ് ചെയ്യൂ, കുഴി കാണിക്കൂ, എന്നാ അവിടുത്തെ MLA-യോ. അപ്പോ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു, അപ്പം നമ്മുടെ സ്വാമി പറയുന്നത് കേരളത്തിൽ ഇന്ന് കുഴിയുള്ള ഒരു റോഡ് പോലും ഇല്ലെന്നാണോ? അത് എന്തെങ്കിലും അണ്ടർ കൺസ്ട്രക്ഷൻ നടക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ നിരീക്ഷണങ്ങളുണ്ട്. ആരോഗ്യരംഗം ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തീർച്ചയായിട്ടും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസ രംഗം ഇനിയും ചെയ്യാനുണ്ട്, പക്ഷെ അത് മൊത്തത്തിൽ അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, തീർച്ചയായിട്ടും. കാർഷികം ആരോഗ്യത്തിനെ അംഗീകരിക്കുന്നില്ല, വിദ്യാഭ്യാസ രംഗം നല്ല അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. കാർഷിക രംഗം വളരെ അഭിവൃദ്ധിപ്പെട്ടു. താങ്ങുവില കൊടുത്തിട്ടില്ല. താങ്ങുവില റബ്ബർ കർഷകർ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് മധ്യ തിരുവിതാംകൂറിൽ റബ്ബർ കർഷകരാണ്. 250 രൂപ കൊടുക്കാന്ന് പറഞ്ഞ വാഗ്ദാനമായിട്ട് വന്നിട്ട് 250 രൂപ ഇതുവരെ ആക്കിയിട്ടില്ല. ഇരിക്കട്ടെ, നമ്മളത് വേറൊരു എന്താ പറയുക, തനി രാഷ്ട്രീയം പറയുന്നത് പോലെയാവും. അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, വ്യവസായം. കൊച്ചിയിലുള്ള നിങ്ങളോട് നമ്മളത് പറയേണ്ട കാര്യമില്ല. വ്യാവസായിക രംഗത്ത് വന്നിട്ടുള്ള രാജീവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. ഇവിടേക്ക് ഇനി ഇവർ മൂന്നാമത്തേത് വരുമ്പോൾ ഇനി ആരൊക്കെ അവിടേക്ക് വരുന്നതെന്ന് അറിയോ നിങ്ങൾ? ആരൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്നില്ല, നമ്മൾ കേട്ടിട്ടുള്ളത്. അത്ഭുതപ്പെടും, നിങ്ങൾ അത്ഭുതപ്പെടും. അങ്ങനെയുള്ളവരാ ഇതിലൊക്കെ വിട്ടേക്കും. നമ്മൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം, വളരെ ടച്ചിങ് ആയിട്ടുള്ള. നിങ്ങൾക്കറിയോ, ഈ പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിൽ പലർക്കും മൂല്യബോധം ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരൊരു ബാധ്യതയായിരുന്നു. പ്രായമുള്ള അച്ഛൻ, പ്രായമുള്ള അമ്മ. നിങ്ങളിത് പഠിക്കേണ്ട കേസാവും. പെൻഷനല്ലേ? പെൻഷനല്ലേ? അല്ലാന്നേ, നിങ്ങൾ കേൾക്കുക. വെടിവെക്കല്ലേ? അതെ അതെ അതെ, കേൾക്കൂ. ഇവരെ ഗുരുവായൂർ, മൂകാംബിക, പഴനി, വേളാങ്കണ്ണി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മക്കൾ കൊണ്ടുപോകും. നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ അമ്മ ഇവിടെ നിൽക്കുകയെ, ഞങ്ങളിപ്പോൾ വരാം, തൊഴുത് വരാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉടായിപ്പിൽ ഇവരങ്ങോട്ട് ബസ് കയറി രക്ഷപ്പെടുക. ഇങ്ങനെയുള്ള, ചുരുക്കി പറഞ്ഞാൽ പൂച്ചയെ നാട് കടത്തുന്ന, മത്സ്യ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി പൂച്ചയെ നാട് കടത്തുന്ന പോലെ പ്രായമായിട്ടുള്ളവരെ നാട് കടത്തുക. ഗുരുവായൂരിൽ ഇവരെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാനുമായിട്ട് വരുന്ന ചില ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇവരെ കാണിച്ചുകൊണ്ട് ഫണ്ട് ഇത് ചെയ്യുന്ന ഇതൊക്കെ ഗുരുവായൂരിൽ നടന്നു. കാരണം നമുക്കൊരു സെൻറ്റർ ഗുരുവായൂരുണ്ടായിരുന്നു, സ്കൂൾ ഓഫ് ഭഗവത്ഗീതയ്ക്ക്. നമ്മളോട് പലരും പറയാറുണ്ട്, സ്വാമി ഇന്ന് ഇങ്ങനെ ഒരമ്മ അവിടെ ആരോ കൊണ്ടുവന്നാക്കിപ്പോയി, പാവം അവരെ ഒന്ന്. അപ്പോൾ നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇതാണ് മോൻ, ഇങ്ങനെ മോളും ഉണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ എന്താ, അവർ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ്. ഇന്ന് നിങ്ങൾ ഒന്ന് ഗവേഷണം നടത്തി നോക്കൂ. അങ്ങനെയുള്ള അമ്മമാരും അച്ഛന്മാരും ഈ ആരാധനാലയങ്ങളിൽ എവിടെയും കാണാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്, അവരൊരു വരുമാന വസ്തുവാണ്. മാസം മാസം അവർക്കൊരു ഒരു 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 പെൻഷൻ ഇത് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള. ഈ ഗവൺമെൻറ് ഏറ്റവും നമ്മൾ വളരെ ടച്ചിങ് ആയിട്ട്, കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോവിഡ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദിവസമുള്ള പത്രസമ്മേളനത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നല്ല PR വർക്കായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അല്ലല്ല അങ്ങനെ പറയും, ഞാനത് സ്വാമി ഒന്നും പറഞ്ഞില്ല. അല്ലല്ല, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ മാർക്കറ്റുകളും ഇതെല്ലാം ഇപ്പോൾ വിജനമായി കിടക്കുക, മാർക്കറ്റുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന
നായയും അതും ഇതൊക്കെ ഉണ്ട്, നായ്ക്കളൊക്കെ ഉണ്ട്, ജീവികൾ, അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും. അത് കേട്ടിട്ട് ഒരമ്മ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമിയുടെ മുഖ്യമന്ത്രിയെ ഞാൻ സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത. അതൊക്കെ കൊണ്ടാണ്, ആ ക്ഷേമപ്രവർത്തനം എല്ലാം കൊണ്ടാണ് 2ാം ടൈം കിട്ടിയത്. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യൻ, കരുതലിൻ്റെ ഒരു പ്രതിരൂപമാണ് അദ്ദേഹം. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു മോശം ഭരണാധികാരി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള ഒരു കരുത്ത്, എല്ലാവരെയും കീഴിൽ നിർത്തി കൃത്യമായിട്ട് ഭരണം കൊണ്ടുപോകാനുള്ള കഴിവിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം സ്വാമിജിയോട് ഞാൻ ചോദിക്കുകയാണ്. അതായത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി, ജനങ്ങളോട് ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരി, കുറച്ച് ധാർഷ്ട്യമൊക്കെ, കുറച്ച് ഗൗരവക്കാരനായിക്കോട്ടെ, അത് ഓരോരുത്തർ വ്യക്തി ബഹുജനം പലവിധമാണ്, ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യസ്തമായിട്ടിരിക്കും. എങ്കിൽ പോലും കുറച്ചും കൂടിയൊക്കെ ഒന്ന് സൗമ്യമായിട്ട് ഇടപെടണം. അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ഒരു ഭയങ്കര ഞാൻ 2 തലങ്ങളിൽ വെക്കുന്ന ആളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി, രണ്ട് തലത്തിൽ വെക്കുന്ന ഒരു വ്യക്തിയാട്ടോ ഞാൻ. അതായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരാൾ വളരെ ഗൗരവക്കാരനും കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ആളും കൃത്യമായ നിലപാടുള്ള ആളൊക്കെയാണ്. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഒന്ന് സൗമ്യതപ്പെടുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ഒരു കാരണം അതാണ് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചല്ല ബഹുഭൂരിപക്ഷം പേരും എതിർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനത്തോടാണ് പലർക്കും വിയോജിപ്പ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചാനലിൽ വന്ന് ഇരുന്ന്, അല്ലെങ്കിൽ നാട്ടുകാരോട് ആരോടെങ്കിലും പറയുകയാണ്, എൻ്റെ ഭർത്താവ് വിജയേട്ടൻ ഒരു പരുക്കനാണ്, മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല, പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ, എപ്പോഴും സ്കൂട്ടം ചെയ്തോണ്ടിരിക്കല്ലേ? ഇല്ല, നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതേ ഉള്ളൂ. നിങ്ങൾ പേഴ്സണലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കൽ പരിചയപ്പെട്ട് ഒരു 5 മിനിറ്റ് മൂപ്പരുടെ മുന്നിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് മൊത്തം മാറും. കാരണം അദ്ദേഹം അങ്ങനെ ഒരാളേ അല്ല. അനാവശ്യമായ ഗൗരവം സൂക്ഷിക്കുകയും അനാവശ്യമായ, അത് നമ്മളുണ്ടാക്കിയ ഒരു ഇമേജാണത്. നമ്മളുണ്ടാക്കിയ മൂപ്പരൊരു പച്ചയായ മനുഷ്യനാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ടല്ലോ. തമാശ എന്ന് പറഞ്ഞാൽ നർമ്മം നന്നായി ആസ്വദിക്കുകയും നർമ്മം നന്നായി പറയുകയും ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നർമ്മം നന്നായി ആസ്വദിക്കും, നർമ്മം പറയും. അങ്ങനെ ഒരു പക, വിദ്വേഷം, അനാവശ്യ ഗൗരവം. കാരണം മൂപ്പർക്ക് ഈ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ആൾക്കറിയാം ഒരു സമയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വാല്യൂ, അതൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് വെറുതെ ബ്ലാ 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 വളുപ്പൊന്നും അടിച്ച് ഇങ്ങനെ വെറുതെ ചിരിക്കുന്ന ഒരു ആളൊന്നും അല്ല. നമ്മൾ ഇന്നാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അയാളുടെ ഗവേണിങ് എങ്ങനെ അല്ല, ഞാനത് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ള കാരണം എന്താ പറയുക, നമ്മൾ ഈ അടുത്ത് കുറേ ആയിട്ട് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഉമ്മൻചാണ്ടി സാറ് ഒരു ഇടത്ത് പ്രസംഗിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിനോട് ഈ മദ്യ വർജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഒരു മദ്യപാനി, സാറേ അങ്ങനെയൊന്നും നിർത്തരുതേ എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് ചിരിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയും. ഈ അടുത്ത് ഒരു സഖാവ് തന്നെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന ആ ഒരു സമീപനം, അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അല്ലല്ല, അത് അയാളെ തിരുത്തുകയാണല്ലോ. ഉടനെ അയാൾ എന്തായാലും മറുപടി പറഞ്ഞ് ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെ തടസ്സപ്പെടുത്തി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഒരു കാര്യം പറയുന്നതിൽ 100% അതിൽ കമ്മിറ്റഡാണ്. മൂപ്പര് ഈ പാഴ്വാക്കിൻ്റെ ആളേ അല്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. ഒരാൾ നമ്മൾ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, നമ്മൾ നിർത്തും, ഇത് പ്രഭാഷണം നിർത്തിയിട്ട് നമ്മൾ ചോദിക്കും, നമ്മൾ സംസാരിക്കുന്ന അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ അങ്ങയുടെ ഫോൺ സംഭാഷണത്തിന്? അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഇൻസൾട്ട്. ഉടനെ മൂപ്പരെന്ത് ചെയ്യും? വേഗം സ്വിച്ച് ഓഫ് ചെയ്യും. എന്നിട്ട് ഒന്നുകിൽ അവിടുന്ന് മെല്ലെ പുറത്തേക്ക് പോകും. ഇത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമ്മളോട് തന്നെ അവജ്ഞ തോന്നും. മൂപ്പർക്ക് അതിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. ആൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ ആവശ്യമില്ലാത്തതാണ്, അവിടെ കടക്ക് പുറത്ത്. അതെ, പിന്നെ മൈക്കുമായിട്ട് അനാവശ്യമായിട്ട് ചെല്ലുമ്പോൾ അതൊന്നും എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് മൂപ്പരിങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ആളല്ല. നമ്മളത് അങ്ങനെ ആളുകളെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം അതിനെ ആ രീതിയിൽ ഒരു ഇന്ന ഷർട്ട് ഇടുക, അതിനിങ്ങനെയാക്കുക, അതിങ്ങനെ ആംഗിളിൽ ഇരിക്കുക, മൈക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് മുമ്പ് ചോദിക്കും. അല്ല, അതിൻ്റെ തന്നെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ നിവേദനം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ശുപാർശ ഇല്ലാതെ പോകാൻ പറ്റും. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഏതൊരു സാധാരണക്കാരനും ഈസി ആയിരുന്നു ഒരു വ്യക്തിയോട്, അതായത് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് നമുക്ക് കയറി ചെല്ലാനുള്ളൊരു അനുവാദം. അതന്നെ ഞാൻ ചോദിക്കുന്നത്. അതായത് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സൗമ്യതയോടൊപ്പം തന്നെ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു വ്യക്തിയായി മാറണ്ടേ. നമ്മൾ രണ്ടുപേരുടെ അടുത്തും, രണ്ടുപേരല്ല കുറേ ആളുകളുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടുള്ളതാ. ഇപ്പോൾ നിങ്ങൾ പിണറായി വിജയൻ എന്ന CM-ൻ്റെ അടുത്ത് നിങ്ങൾ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കതിന് വഴിയുണ്ട്, ഏതാൾക്കും പോവാം, ഏതാൾക്കും പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ വഴിയിലാണ് പോവുക. അതായത് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? അത് ചിലപ്പോൾ പോകേണ്ട കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ CM-നെ കാണേണ്ട തന്നെ ആവശ്യമില്ല, അത് നടക്കണം. അതല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊന്ന് കാണണം. എനിക്ക് CM-നെ ഒന്ന് പേഴ്സണലായിട്ടൊന്ന് കണ്ട് ഒന്ന് ആ കൈ പിടിക്കണം, ഒന്ന് കൈ കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. മൂവർക്കൊരു പൂ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് കാണണം എനിക്ക് അദ്ദേഹത്തെ. അത് മാത്രമാണെങ്കിൽ അങ്ങനെ മൂപ്പരതിന് സമയം തരും. ആ സമയം നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം 5 മിനിറ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്, നിങ്ങളെ കേൾക്കും. അങ്ങനെ കണ്ടിട്ടുള്ള ഒരേ ഒരു CM നമ്മൾ ഇദ്ദേഹത്തിലേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഒരു 250 ആളുടെ ഇടയിലാണ് നമുക്ക് സമയം തരിക. നമ്മളൊക്കെ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ടോ ഒരു 25 ആൾ അതിൻ്റെ ഇടയിലുണ്ടാവും. എന്നിട്ട് ഹാ എന്ന് പറയുക എന്നുള്ളതല്ലാതെ മൂപ്പരങ്ങനെയല്ല. അത് ആരാണെങ്കിലും അദ്ദേഹം തരുന്ന സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ അനാവശ്യമായിട്ട് ഇരുന്ന് കൂടുതൽ സമയം കളയാനൊന്നും തോന്നൂല. കാര്യം കൃത്യമായി പറയുക, അത് കേൾക്കും, അതിന് നടക്കുമെങ്കിൽ നടക്കും, ആവശ്യമാണെങ്കിൽ ആവശ്യം എന്നുള്ള കാര്യം പറയും. അടുത്തൊരു ആരാധകനല്ലേ പിണറായി വിജയൻ്റെ? ആരാധിക്കാതെ ഇരിക്കുക എങ്ങനെയാ നമ്മളിങ്ങനെയുള്ള പേഴ്സണാലിറ്റിയെ? തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതാ ഭരണാധികാരി ഇങ്ങനെയായിരിക്കണം, ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം എന്ന് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക്കിലുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭരണാധികാരി അങ്ങനെ. തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ കരുത്തുറ്റ ഒരു ഭരണാധികാരി തന്നെയാണ്, നോ ഡൗട്ട്. അല്ല, പൊതുവായിട്ട് കൂടി കുറച്ച് ധാർഷ്ട്യമായോ എന്നുള്ളൊരു വിഷമമുള്ളൂ. അല്ല, അത് വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. PR പോലെ വേറൊരു PR ആണ്. അതെ, നിങ്ങൾ എത്ര പൊതുപരിപാടി നോക്കൂ. പൊതുപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളം മുഴുവൻ ഈ എന്താ പറയുക പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ജനങ്ങളെ വിളിച്ച് കൂട്ടിയിട്ടുള്ള പരിപാടിയുണ്ട്. അതിൽ അദ്ദേഹം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. നമുക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഓരോന്നും അദ്ദേഹം കുറിച്ചെടുക്കുന്നത്, എന്നിട്ട് അതിന് മറുപടി പറയുന്നത്. വളരെ കൃത്യതയും കണിശതയുള്ള ആളാണ്. വെറുതെ ഒന്നും റാമൂളൂല. എന്തുകൊണ്ട് അത് പറ്റില്ല? എന്തെങ്കിലും അങ്ങനെ ഒരു പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട നല്ല എന്തെങ്കിലും ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറ്റുമോ? ഒരുപാട് കാണും. അതുകൊണ്ട് ഒരെണ്ണം മതി, ഒത്തിരി വേണ്ട, നമുക്ക് ഒരെണ്ണം നല്ല ഏറ്റവും അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം എന്തെങ്കിലും. എന്താ ഈ ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അതോ അല്ല എന്തെങ്കിലും? അത് സൗഹൃദപരമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഭരണപരമായിട്ട് എന്തെങ്കിലും സംസാരിച്ചതാവാം, അല്ലെങ്കിൽ മഠവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും. അതെ, ഇപ്പോൾ ആശ്രമം ഈ പറഞ്ഞ വാഹനം കത്തിച്ച് ആകെ ഒരു ഇതായിട്ടുള്ള സമയത്ത് ആള് ഫോൺ ചെയ്തു, ഇന്നാളാണെന്ന് പറഞ്ഞു, വിജയനാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നു, ഒരു എന്താ പറയുക ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അവർ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒന്ന്. അമ്മയുടെ മരണം ആ സമയത്ത്. അപ്പോൾ നമ്മളെ പല വിധത്തിലാണ്, അതിപ്പോൾ നമ്മളെ മാത്രമല്ല മൂപ്പരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒരിക്കൽ പരിചയപ്പെട്ട്, അത് ഏത് സാധാരണ ആളാണെങ്കിലും മൂപ്പരുടെ ബന്ധങ്ങൾ അങ്ങനെ. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഇപ്പം നമ്മളൊരു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കോഴിക്കോട് പോയി കണ്ട വിത്തൗട്ട് പെർമിഷനിൽ പോയതാ. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പെർമിഷൻ ഒന്നും എടുക്കാതെ പോയതാ. അപ്പോൾ ഈ വരുന്ന സമയം കുറേ പേരുണ്ട് കൂട്ടത്തിൽ, നമ്മളവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ
ചോദിച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഒന്ന് കാണാൻ വന്നു. മറ്റേ പല എന്താ പറയുക തുരങ്കമില്ലേ, വെടിയൊക്കെ പൊട്ടിച്ച് നേരെ വന്ന സമയത്താണ്, അത്രയും തിരക്കിട്ട് വന്ന സമയത്ത്. ഊണ് കഴിഞ്ഞ് സമയം തന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യം പറഞ്ഞു. ഒരു കാര്യം കേൾക്കുന്നതുണ്ടല്ലോ, അത് അസാമാന്യമായിട്ടുള്ളതാണ്. അതിന് ഉപചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം